ADGP അജിത് കുമാറിന് പിന്നാലെ ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. അന്വേഷണ ഉദ്യോഗസ്ഥരായ 3 ഡിവൈഎസ്പിമാർക്ക് എതിരെയാണ് DGP നടപടി സ്വീകരിക്കുക. സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം അട്ടിമറിച്ചെന്ന SIT കണ്ടെത്തിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് MR അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് ആഭ്യന്തരമന്ത്രി എത്തിയത്. റോഷിബാൽ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിബാൽ, ഈ MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ നടപടിയിലേക്ക് വകുപ്പ് എത്തിയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട്. ഇനിയിപ്പോൾ 3 ഡിവൈഎസ്പിമാർ, 2 ഗ്രേഡ് SIമാർ, ഇവർ അജിത് കുമാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് അട്ടിമറിച്ചവരാണ്. അപ്പോൾ വലിയ നടപടി തന്നെ ഇവർക്കെതിരെയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നടപടി ഉണ്ടാകുമോ? റോഷിനി, ശ്രുതി, ഇതിൽ ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചെന്ന പരാതി ഉയർന്നതിന് തൊട്ടുപിന്നാലെ SIT അന്വേഷണം നടത്തി DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചത്. ആ റിപ്പോർട്ടിൽ തന്നെ 3 ഡിവൈഎസ്പിമാർ, അവർ അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അവർ MR അജിത് കുമാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, അവർ ഔദ്യോഗിക കൃത്യനിർവഹണം അവർ മറന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്ത കുറ്റം വളരെ ഗൌരവത്തോടെ തന്നെ സർക്കാർ കണ്ടുകൊണ്ട് അവർക്കെതിരെയുള്ള നടപടി ശുപാർശ DGPക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ DGP റാവണ ചന്ദ്രശേഖർ ഈ 3 ഡിവൈഎസ്പിമാർക്കെതിരെ നടപടി സ്വീകരിക്കും. ADGP ആയിരിക്കെ MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ കേസ് അട്ടിമറിക്കാൻ ഇതേ അന്വേഷണ സംഘത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വാഭാവിക നടപടി ഉറപ്പാണ്. എന്തായാലും MR അജിത് കുമാറിനെതിരെ നടപടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം MR അജിത് കുമാർ പല തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന SITയുടെ കണ്ടെത്തലാണ്. അന്വേഷണ സംഘത്തെ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേസ് റഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങൾ, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സ്ഥിരീകരിക്കുന്നത്. അതേസമയം തന്നെ MR അജിത് കുമാർ ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് ഈ നടപടിക്കെതിരെ. കാരണം MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന്റെ അവസാന ദിവസമായിരുന്നു, സാധ്യതയുള്ള ദിവസം 31 ആയിരുന്നു. അപ്പോൾ ഇനി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും തനിക്കെതിരെയുള്ള നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് നിയമപോരാട്ടത്തിന് MR അജിത് കുമാർ തയ്യാറാകും എന്ന സൂചനകളാണ്. ഏതായാലും വൈകാതെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടിയും പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ശരി, റോഷിബാലാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. പ്രതികൾക്ക് അനുകൂലമായും ഇരകൾക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമായും അജിത് കുമാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വകുപ്പിന്റെ അടക്കം കണ്ടെത്തൽ. ഇനി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകേണ്ടതുണ്ട്.